Good morning, students. We are going to discuss about the topic numerical chromosomal aberrations. In that we will discuss about the euploidy part 2. So in the last class we had discussed about the type of ploidy, that is euploidy and aneuploidy. In the euploidy we had discussed about monoploidy, haploidy, diploidy, etc. So the one of the topic which is remaining in the type of euploidy is the polyploidy, which we will discuss in this class. അപ്പം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിപ്ലോയിഡിനെ കുറിച്ചാണ്. അപ്പോൾ പോളിപ്ലോയിഡി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് യൂപ്ലോയിഡിയാണ്. അപ്പോൾ യൂപ്ലോയിഡിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ യൂപ്ലോയിഡി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്ലോയിഡി അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്രോമസോമൽ അബറേഷൻ ആണ്. അപ്പോൾ പ്ലോയിഡിനെ ഞാനൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ പ്ലോയിഡി അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്രോമസോമൽ അബറേഷനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, യൂപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും. അതിൽ യൂപ്ലോയിഡിയിൽ വരുന്നതാണ് മോണോപ്ലോയിഡി, ഡിപ്ലോയിഡി, ഹാപ്ലോയിഡി, പോളിപ്ലോയിഡി. അതിൽ മോണോപ്ലോയിഡി, ഡിപ്ലോയിഡി, ഹാപ്ലോയിഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിപ്ലോയിഡിനെ കുറിച്ചാണ്. So what is polyploidy? Polyploid is the chromosomal constitution of a cell or an organism that has 3 or more set of chromosomes. So polyploidy may arise spontaneously or be induced experimentally. They often occur as a result of breakdown of spindle apparatus in one or more meiotic division or mitotic division. So the polyploid organism consists of 3 or more set of chromosomes, and they arise spontaneously or they can be induced experimentally. The reason for the formation of polyploidy is the breaking of spindle apparatus during mitosis or meiosis. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലാസ്റ്റ് ടൈപ്പ് ഓഫ് യൂപ്ലോയിഡി ആയ പോളിപ്ലോയിഡിനെ കുറിച്ചാണ്. അപ്പോൾ പോളി മീൻസ് മോർ ദാൻ 2. അപ്പോൾ പോളി മീൻസ് മോർ ദാൻ 2. അപ്പോൾ 3 ഓർ മോർ സെറ്റ് ക്രോമസോംസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 അതിൽ കൂടുതലോ സെറ്റ് ക്രോമസോംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളിപ്ലോയിഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ പോളിപ്ലോയിഡ്സ് നാച്ചുറലി പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻ്റലി വേണമെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോളിപ്ലോയിഡ്സ് ഉണ്ടാകുന്നത്? അതായത് മൈറ്റോസിസിൻ്റെയും മിയോസിസിൻ്റെയും സമയത്ത് സ്പിൻഡിൽ അപ്പാരറ്റസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് പോളിപ്ലോയിഡ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് പോളിപ്ലോയിഡ്സ്. 2 ടൈപ്സ് ഉണ്ട്, മെയിൻലി അല്ലോ പോളിപ്ലോയിഡി ആൻഡ് ഓട്ടോ പോളിപ്ലോയിഡി ആണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിപ്ലോയിഡ്സ് ആണ്. ഇപ്പോൾ ട്രിപ്ലോയിഡ്സ് നോക്കാം. ട്രിപ്ലോയിഡ്സിന് ഒരു ക്രോമസോം സെറ്റ് തന്നെ മൂന്ന് ക്രോമസോംസ് ഉണ്ടാവും. ടെട്രാപ്ലോയിഡ്സിന് ഒരു ക്രോമസോം സെറ്റ് തന്നെ 4 ക്രോമസോംസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് പോളിപ്ലോയിഡ് എന്ന് ഞാൻ പറഞ്ഞു. പോളിപ്ലോയിഡ്സ് എന്ന് വെച്ചാൽ മോർ ദാൻ 3 ക്രോമസോംസ് ഉള്ള, അല്ലെങ്കിൽ മോർ ദാൻ 3 അല്ലെങ്കിൽ മോർ ദാൻ 3 ക്രോമസോം സെറ്റുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ തന്നെ, ഒരു ക്രോമസോം സെറ്റിൽ തന്നെ 2 കൂടുതൽ ക്രോമസോംസ് ഉണ്ടാവും. ഇപ്പോൾ 3 അല്ലെങ്കിൽ 3 കൂടുതൽ, അതായത് 2 കൂടുതൽ അല്ലെങ്കിൽ 3. അപ്പോൾ അത് ട്രിപ്ലോയിഡ് ആണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ 3 ക്രോമസോംസ് വരും. ടെട്രാപ്ലോയിഡ് ആണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ 4 വരും. അപ്പോൾ പോളിപ്ലോയിഡ് എന്ന് വെച്ചാൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്രോമസോം സെറ്റുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. പോളിപ്ലോയിഡ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ടെട്രാപ്ലോയിഡിയും ട്രിപ്ലോയിഡിയും. ഇപ്പോൾ ടെട്രാപ്ലോയിഡിൻ്റെ കേസിലാണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ 4 ക്രോമസോംസ് ഉണ്ടാവും. ട്രിപ്ലോയിഡിൻ്റെ കേസിലാണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ എത്ര ഉണ്ടാവും, 3 ക്രോമസോംസ് ആണ് ഉണ്ടാകുക. So based on the number, the polyploids can be classified into triploids 3 സെറ്റ്, അതായത് ഒരു ക്രോമസോം സെറ്റിൽ 3 ക്രോമസോം ഉണ്ടാവും. ടെട്രാപ്ലോയിഡ്സ് 4 സെറ്റ്, അതായത് ഒരു ക്രോമസോം സെറ്റിൽ 4 ക്രോമസോം ഉണ്ടാവും. ഹെക്സാപ്ലോയിഡ് എന്ന് വെച്ചാൽ ഒരു ക്രോമസോം സെറ്റിൽ 6 ക്രോമസോംസ് ഉണ്ടാവും. അതിൻ്റെ എക്സാമ്പിളാണ് വീറ്റ്. പിന്നെ പോളിപ്ലോയിഡ്സിൻ്റെ എക്സാമ്പിളാണ് ലിസാർഡ്സ്, ആംഫിബിയൻസ്, ഫിഷ്, മമാലിൻ ലിവേഴ്സ്, എക്സെട്ര. പിന്നെ സ്ട്രോബെറി ആണെങ്കിൽ ഒക്ടാപ്ലോയിഡ് ആണ്, അതായത് ഒരു ക്രോമസോം സെറ്റിൽ തന്നെ 8 ക്രോമസോംസ് ഉണ്ടാവും. സോ ദർ ആർ 2 general class of polyploids, those with even number of chromosome set and those with odd number of chromosome set. So the polyploids with even set has better chance of being at least partially fertile because there is the potential for homologs to be segregated equally during meiosis.
Whereas in the case of polyploids with odd number of chromosomes, there also always occur a set of unpaired chromosomes. So the probability of producing a balanced gamete is extremely low. But based on the number, polyploids can be classified into triploid, tetraploid, hexaploid, octaploid, etc. അപ്പോൾ ഒരു ക്രോമസോം സെറ്റിൽ എത്ര നമ്പർ ക്രോമസോംസ് ഉണ്ട് എന്നതിൻ്റെ ബേസിസിൽ നമുക്ക് പോളിപ്ലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ട്രിപ്ലോയിഡ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫിഗർ കണ്ടിട്ടുണ്ടല്ലോ, ട്രിപ്ലോയിഡ് ആണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ക്രോമസോമിൽ 3 ക്രോമസോംസ് ഉണ്ടാവും. ടെട്രാപ്ലോയിഡ് ആണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ 4 ക്രോമസോംസ് ഉണ്ടാവും. ഹെക്സാപ്ലോയിഡ് ആണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ 6 ക്രോമസോംസ് ഉണ്ടാവും. ഹെക്സാപ്ലോയിഡിൻ്റെ എക്സാമ്പിളാണ് വീറ്റ്. ഒക്ടാപ്ലോയിഡ് ആണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ 8 ഒക്ടാപ്ലോയിഡ് ആണെങ്കിൽ ഒരു ക്രോമസോം സെറ്റിൽ 8 ക്രോമസോംസ് ഉണ്ടാവും. ഇപ്പോൾ ഒക്ടാപ്ലോയിഡിൻ്റെ എക്സാമ്പിളാണ് സ്ട്രോബെറി. പിന്നെ പോളിപ്ലോയിഡ്സിൻ്റെ വേറെ എക്സാമ്പിൾസാണ് ലിസാർഡ്സ്, ആംഫിബിയൻസ്, മമാലിയൻ ലിവർ ഒക്കെ. ഇപ്പോൾ 2 ടൈപ്പ് പോളിപ്ലോയിഡ്സിൻ്റെ ബേസിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം നമ്പറിൻ്റെ ബേസിൽ. ഓഡ് നമ്പർ പോളിപ്ലോയിഡ്സും ഈവൻ നമ്പർ പോളിപ്ലോയിഡ്സും. അപ്പോൾ ഓഡ് നമ്പർ ഈവൻ നമ്പർ നിങ്ങൾക്കറിയാം. ഇപ്പോൾ 2, 4, 6, 8 ഇതൊക്കെ എന്താണ്, ഈവൻ നമ്പേഴ്സാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ 5, 7 അതൊക്കെ നിങ്ങൾക്ക് എന്താണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നതാണ്, മാത്സ് അറിയുന്നതാണ്. അപ്പോൾ ഓഡ് നമ്പർ പോളിപ്ലോയിഡ്സ് ഉണ്ടാവും, ഈവൻ നമ്പർ പോളിപ്ലോയിഡ്സ് ഉണ്ടാവും. ഇതിൽ ഈവൻ നമ്പർ പോളിപ്ലോയിഡ്സ് എന്തായിരിക്കും, പാർഷ്യലി ഫെർട്ടൈൽ ആയിരിക്കും. കാരണം അത് ഈവൻ നമ്പറിലായതുകൊണ്ട് തന്നെ 2 ക്രോമസോംസ് വീതം നമുക്ക് ഡോക്ടർ സെല്ലിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെയറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ നമ്പർ ഓഫ് പോളിപ്ലോയിഡ്സിൻ്റെ കേസിൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഡ് നമ്പർ ഓഫ് ക്രോമസോം സെറ്റിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെയറായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പെയറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താലും എപ്പോഴും ഒരു ക്രോമസോം എന്തായിരിക്കും, അൺപെയർഡ് ആയിട്ട് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്താണ്, നോൺ ഫെർട്ടൈലാണ്. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ക്രോമസോം സെറ്റുള്ള പോളിപ്ലോയിഡ്സ് പാർഷ്യലി ഫെർട്ടൈലാണ്. കാരണം അറ്റ്ലീസ്റ്റ് അവരെ നമുക്ക് പെയറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഓഡ് നമ്പർ ഓഫ് പോളിപ്ലോയിഡ്സ് എന്തായിരിക്കും, നോൺ ഫെർട്ടൈൽ ആയിരിക്കും. അപ്പോൾ നമ്പറിൻ്റെ ബേസിൽ നമുക്ക് പോളിപ്ലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒരു ക്രോമസോം സെറ്റിൽ എത്ര നമ്പർ ഓഫ് ക്രോമസോം ഉണ്ട് എന്നതിൻ്റെ ബേസിസിൽ ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്, ഒക്ടാപ്ലോയിഡ്, ഹെക്സാപ്ലോയിഡ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ തന്നെ ഓഡ് നമ്പറും ഉണ്ട്, ഈവൻ നമ്പറും ഉണ്ട്. അപ്പോൾ ഈവൻ നമ്പർ പാർഷ്യലി ഫെർട്ടൈലാണ്, കാരണം നമുക്ക് അതിനെ പെയറായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഓഡ് നമ്പറിൻ്റെ കേസിൽ എന്താണ്, അത് നോൺ ഫെർട്ടൈലാണ്. കാരണം നമുക്കൊരിക്കലും അതിനെ പെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്രോമസോം എന്തായിരിക്കും, പെയറിങ് അല്ലാതെ വരും. സോ അനദർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിപ്ലോയിഡി ഈസ് ഓട്ടോപ്ലോയിഡി ആൻഡ് അല്ലോപോളിപ്ലോയിഡി. ഇപ്പോൾ ഓട്ടോപോളിപ്ലോയിഡിൽ നിന്നും അല്ലോപോളിപ്ലോയിഡിൽ നിന്നും നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്രോമസോംസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഒരു സെറ്റിൽ എത്ര ക്രോമസോം വരുന്നു എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ആദ്യം പോളിപ്ലോയിഡിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഇതാണ് ഓട്ടോപോളിപ്ലോയിഡി ആൻഡ് അല്ലോപോളിപ്ലോയിഡി. സോ വാട്ട് ഈസ് ഓട്ടോപോളിപ്ലോയിഡി? ഓട്ടോ മീൻസ്, ഓട്ടോ എന്ന് വെച്ചാൽ എന്താണ്, സെൽഫ്. All set of chromosomes originate in the same species in the case of autopolyploidy. So these conditions often result from a defect in meiosis that leads to diploid or triploid gametes. അപ്പോൾ ഒരേ സ്പീഷീസിൽ നിന്നാണ് ക്രോമസോംസ് ഒറിജിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോപോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ക്രോമസോംസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരേ സ്പീഷീസിൽ നിന്നാണെങ്കിൽ അതിനെ ഓട്ടോപോളിപ്ലോയിഡി എന്ന് പറയും. അപ്പോൾ സെയിം സ്പീഷീസ് ആണെങ്കിൽ ഓട്ടോ. So origin and production of autopolyploidy. Polyploidy may naturally arise due to the interference with cytokinesis once replication has occurred. It may occurs during meiosis, or artificial methods can be used to induce autopolyploidy such as mercury chloride, radioactive substance and temperature shock, colicins, etc. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓട്ടോപോളിപ്ലോയിഡി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പോളിപ്ലോയിഡിനെ നമ്മൾ വേറെ ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഓട്ടോപോളിപ്ലോയിഡിയും അല്ലോപോളിപ്ലോയിഡിയും. അപ്പോൾ അതിൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഏത് സ്പീഷീസിൽ നിന്നാണ്, സെയിം സ്പീഷീസിൽ നിന്നാണോ, ആ എക്സ്ട്രാ ക്രോമസോം കിട്ടുന്നത് സെയിം സ്പീഷീസിൽ നിന്നാണോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസിൽ നിന്നാണോ എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓട്ടോപോളിപ്ലോയിഡിയും അല്ലോപോളിപ്ലോയിഡിയായിട്ട് പോളിപ്ലോയിഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്.
അപ്പോൾ അതിലാദ്യം വരുന്നതാണ് ഓട്ടോ പോളിപ്ലോയിഡി. ഓട്ടോ മീൻസ് സെയിം അല്ലെങ്കിൽ സെൽഫ്, അതായത് സെയിം സ്പീഷീസ് നിന്നാണ് ആ എക്സ്ട്രാ ക്രോമസോം ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓട്ടോ പോളിപ്ലോയിഡി. ഇപ്പോൾ ഓട്ടോ പോളിപ്ലോയിഡി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓട്ടോ പോളിപ്ലോയിഡി ഉണ്ടാകുന്നത് മിയോസിസിൻ്റെ സമയത്താണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി വേണമെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്തെടുക്കാം. അത് മെർക്കുറി ക്ലോറൈഡോ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസോ ഹീറ്റ് ഷോക്കോ അല്ലെങ്കിൽ കോളിസിൻസോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പല ടൈപ്പ് ഓട്ടോ പോളിപ്ലോയിഡ്സ് ഉണ്ട്, ഓട്ടോ ട്രിപ്ലോയിഡ്സ് ഉണ്ട്, ഓട്ടോ ടെട്രാപ്ലോയിഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓട്ടോ ട്രിപ്ലോയിഡ്സ് ആണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. സോ ഫെയിലിയർ ഓഫ് ഓൾ ഗാമീറ്റ്സ് ഡ്യൂറിങ് മിയോട്ടിക് ഡിവിഷൻ മേ പ്രൊഡ്യൂസ് ഡിപ്ലോയിഡ് ഗാമീറ്റ്സ്. ഇഫ് സച്ച് ഗാമീറ്റ്സ് ആർ ഫെർട്ടിലൈസ്ഡ് ബൈ ഹാപ്ലോയിഡ് ഗാമീറ്റ്, എ ട്രിപ്ലോയിഡ് ഓർഗാനിസം ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഡിപ്ലോയിഡ് ഗാമീറ്റ്സിനെ ഹാപ്ലോയിഡ് ഗാമീറ്റ് വന്ന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഓട്ടോ ട്രിപ്ലോയിഡ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ട്രിപ്ലോയിഡ്സ് എന്ന് വെച്ചാൽ 3, ട്രൈ എന്ന് വെച്ചാൽ 3ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റിനെ, ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ 2, അതിന് ഹാപ്ലോയിഡ് ഗാമീറ്റ് വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഹാപ്ലോയിഡ് എന്ന് വെച്ചാൽ 1, അപ്പോൾ 2 + 1 3. അപ്പോൾ അങ്ങനെയാണ് ആ ഓട്ടോ ട്രിപ്ലോയിഡ്സ് ഉണ്ടാകുന്നത്. സോ 2 സ്പേംസ് മേ ഫെർട്ടിലൈസ് എൻ ഓവം റിസൾട്ട് ഇൻ ട്രിപ്ലോയിഡ് സൈഗോട്ട്. അപ്പോൾ സാധാരണ ഒരു ഓവത്തിന് ഒരു സ്പേം മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യൂ, പക്ഷേ 2 സ്പേം കൂടി ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ആ ട്രിപ്ലോയിഡ് കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ട്രിപ്ലോയിഡ് കണ്ടീഷൻ കാണുന്നത് ടൊമാറ്റോ, ഗ്രേപ്സ്, വാട്ടർ മെലൻസിനൊക്കെയാണ്. അപ്പോൾ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഗാമീറ്റിനെ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റ് വന്ന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ് എന്ത്, ട്രിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓവത്തിനെ സാധാരണ ഒരു സ്പേമാണ് ഫെർട്ടിലൈസ് ചെയ്യുക, അങ്ങനെ ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉണ്ടാവും. പക്ഷേ ഒരു ഓവത്തിനെ 2 സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്താൽ ട്രിപ്ലോയിഡ് കണ്ടീഷനാണ് ഉണ്ടാകുന്നത്. ഇത് കാണുന്നത് ടൊമാറ്റോ, ഗ്രേപ്സ് ആൻഡ് വാട്ടർ മെലൻസ് ആണ്. ഇനി ഓട്ടോ ടെട്രാപ്ലോയിഡ്സ്. ടെട്രാ മീൻസ് 4. സോ ദിസ് ഓർഗാനിസം ഹാസ് 4 സെറ്റ് ഓഫ് ക്രോമസോം. So it is produced by applying colicins to cell undergoing mitosis or heat shock. അപ്പോൾ ഓട്ടോ ടെട്രാപ്ലോയിഡ്സ് ആണ് അടുത്ത ടൈപ്പ് ഓഫ് ഓട്ടോ പോളിപ്ലോയിഡ്സ്. ഇതിൽ ഇപ്പോൾ ടെട്ര എന്ന് വെച്ചാൽ 4 ആണ്. അപ്പോൾ ഓട്ടോ ടെട്രാപ്ലോയിഡ്സിന് 4 ക്രോമസോംസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോൾസിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ഷോക്ക് അപ്ലൈ ചെയ്തിട്ടാണ്. ദി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോളിപ്ലോയിഡ്സ് ആർ ദി അല്ലോപോളിപ്ലോയിഡ്സ്. ദി അല്ലോപോളിപ്ലോയിഡി, the set of chromosomes are obtained from different or different species. So this situation arises if 2 different species interbreed to produce an organism with one haploid set of such parent chromosomes. അപ്പോൾ അല്ലോപോളിപ്ലോയിഡിയും ഓട്ടോപോളിപ്ലോയിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓട്ടോപോളിപ്ലോയിഡിൽ ആ എക്സ്ട്രാ ക്രോമസോംസ് ഡിറൈവ് ചെയ്യുന്നത് സെയിം സ്പീഷീസിൽ നിന്നായിരിക്കും. പക്ഷേ അല്ലോപോളിപ്ലോയിഡിൻ്റെ കേസിൽ ആ എക്സ്ട്രാ ക്രോമസോം ഡിറൈവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്പീഷീസിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഡിഫറൻസ്. ഇപ്പോൾ ഓട്ടോ എന്ന് വെച്ചാൽ സെയിം സ്പീഷീസിൽ നിന്നാണ് എക്സ്ട്രാ ക്രോമസോം ഡിറൈവ് ചെയ്യുക. അല്ലോ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്പീഷീസിൽ നിന്നാണ് എക്സ്ട്രാ ക്രോമസോംസ് ഡിറൈവ് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള ഇൻബ്രീഡിങ് കാരണമാണ്. അതിൻ്റെ എക്സാമ്പിളാണ് the cross between cabbages, that is Brassica oleracea, and radishes Raphanus sativus produces plant known as Raphanobbrassica, which is completely fertile. Also, next example is the cultivated bread wheat Triticum aestivum is an allohexaploidy with 42 chromosomes. അപ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് അല്ലോപോളിപ്ലോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ക്യാബേജും ഉണ്ട്, റാഡിഷും ഉണ്ട്. ഇപ്പോൾ ക്യാബേജ് വേറൊരു സ്പീഷീസാണ്, റാഡിഷ് വേറൊരു സ്പീഷീസാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ക്യാബേജും റാഡിഷും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു പ്ലാന്റാണ് റാഫ്നോബ്രാസിക്ക എന്ന് പറയുന്നത്. അതിന് ക്യാബേജിൻ്റെ ക്യാരക്ടറും ഉണ്ടാവും, പിന്നെ റാഡിഷിൻ്റെ ക്യാരക്ടറും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഒരു അല്ലോപോളിപ്ലോയിഡിൻ്റെ എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിളാണ് വീറ്റ് ബ്രെഡ്. നമ്മൾ ബ്രെഡൊക്കെ ഉപയോഗിക്കുന്ന ഗോതമ്പിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ട്രിറ്റിക്കം ഏസ്റ്റിവം. അതും ഒരു എന്തിൻ്റെ എക്സാമ്പിളാണ്? അതൊരു അല്ലോ എക്സാപ്ലോയിഡിൻ്റെ എക്സാമ്പിളാണ്. സോ വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് പോളിപ്ലോയിഡി? മോർഫോളജിക്കൽ എഫക്ട്സ്. The polyploid is related with gigantism. So they have large sized pollen grains, cells, leaves, stomata, xylem, etc.
Physiological effect includes the ascorbic acid content is reported to be higher in tetraploid tomatoes and cabbage, and tetraploid maize seeds have 40% more vitamin A compared to diploid corn. ഇപ്പോൾ ഈ പോളിപ്ലോയിഡ് കാരണം എന്തൊക്കെ എഫക്റ്റ് പ്ലാന്റ്സിനുണ്ടാവും എന്നാണ് നോക്കുന്നത്. ഫസ്റ്റാണ് മോർഫോളജിക്കൽ എഫക്റ്റ്. ഇപ്പോൾ പോളിപ്ലോയിഡ് കാരണം ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ജൈജാൻറ്റിസം. ജൈജാൻറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ബിഗ്. ജൈജാൻറ്റിക് എന്ന് വെച്ചാൽ വേർഡിൻ്റെ മീനിങ് എന്താണ്? ബിഗ്. അപ്പോൾ ഈ പോളിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസും സെൽസും ലീവ്സും ഫ്രൂട്ട്സും ടൊമാറ്റോ ഒക്കെ എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അപ്പോൾ സാധാരണ കാണുന്ന ഫ്രൂട്ട്സിനെ കാട്ടൊക്കെ വലുതായിരിക്കും പോളിപ്ലോയിഡ്സ് ഫ്രൂട്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റാണ് ഫിസിയോളജിക്കൽ എഫക്റ്റ്. അതായത് കൂടുതൽ വിറ്റാമിൻ കണ്ടൻ്റ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുക? പോളിപ്ലോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. എക്സാമ്പിൾ പോളിപ്ലോയിഡ് ടൊമാറ്റോ ആൻഡ് ക്യാബേജിന് കൂടുതൽ അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സിൻ്റെ ലെവലുണ്ട്. പിന്നെ ടെട്രാപ്ലോയിഡ് മേസിഡിൻ്റെ കേസിൽ 40% മോർ വിറ്റാമിൻ എ ഉണ്ട് സാധാരണ മേസിനെ കാണും. നെക്സ്റ്റ് എഫക്റ്റ് ഓൺ ഫെർട്ടിലിറ്റി. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഫക്റ്റ് ഓഫ് പോളിപ്ലോയിഡ് ഇസ് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസ് ഇൻഫെർട്ടിലിറ്റി ഇൻ പ്ലാന്റ് ആസ് എ റിസൾട്ട് നോ സീഡ് ഈസ് ഫോംഡ്. ഇപ്പോൾ പോളിപ്ലോയിഡിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഇത്. അതായത് ഫെർട്ടിലിറ്റി അത് ഇല്ലാതെയാക്കും. അതായത് പോളിപ്ലോയിഡ് പ്ലാന്റ്സ് ഒക്കെ എന്താണ്? നോൺ ഫെർട്ടൈൽ ആയിരിക്കും. അതിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ ഒരിക്കലും പുതിയ ചെടികൾ ഉണ്ടാവില്ല. നെക്സ്റ്റ് എവല്യൂഷൻ ത്രൂ പോളിപ്ലോയിഡ്. ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ കമ്പൈൻഡ് വിത്ത് പോളിപ്ലോയിഡ് എഫക്റ്റ് മെക്കാനിസം വെർബൈ ന്യൂ സ്പീഷീസ് മേ അറൈസ്. അപ്പോൾ ഈ പോളിപ്ലോയിഡ് വഴി പുതിയ സ്പീഷീസ് അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പോളിപ്ലോയിഡിൻ്റെ എഫക്റ്റ്. പോളിപ്ലോയിഡിൻ്റെ എഫക്റ്റ് ഒന്ന് ജൈജാൻറ്റിസ് ആണ്, അതായത് അതിൻ്റെ ഫ്രൂട്ട്സിനൊക്കെ വലിപ്പം കൂടുതലായിരിക്കും. പിന്നെ ഫിസിയോളജിക്കൽ എഫക്റ്റാണ്, അതായത് വിറ്റാമിൻ കണ്ടൻറ്റൊക്കെ കൂടും. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫെർട്ടിലിറ്റി ഇല്ലാതെയാവും, അത് നോൺ ഫെർട്ടൈൽ ആയിരിക്കും. പിന്നെ എവല്യൂഷന് കാരണമാകുന്നുണ്ട് പോളിപ്ലോയിഡ്. അപ്പം പോളിപ്ലോയിഡ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ പോളിപ്ലോയിഡ് എന്ന് വെച്ചാൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്രോമസോം സെറ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ ക്രോമസോംസ് ഒരു സെറ്റിലുണ്ടെങ്കിൽ അതിന് നമ്മൾ പോളിപ്ലോയിഡ്സ് എന്ന് പറയും. ഇപ്പം നമ്പറിൻ്റെ ബേസിൽ നമ്മളതിനെ ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്, എക്സാപ്ലോയിഡ് എന്നൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ ക്രോമസോം സെയിം സ്പീഷീസിൽ നിന്നാണോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസിൽ നിന്നാണോ കിട്ടുന്നതിൻ്റെ ബേസിൽ അതിനെ നമ്മൾ ഓട്ടോപോളിപ്ലോയിഡും അല്ലോപോളിപ്ലോയിഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പോളിപ്ലോയിഡിൻ്റെ എഫക്ട്സും കൂടിയും പറയാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അനൂപ്ലോയിഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി യൂപ്ലോയിഡ് കഴിഞ്ഞു. അപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ന്യൂമറിക്കൽ ക്രോമസോമൽ മ്യൂട്ടേഷനും സ്ട്രക്ചറൽ ക്രോമസോം മ്യൂട്ടേഷനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ന്യൂമറിക്കൽ ക്രോമസോമൽ മ്യൂട്ടേഷൻസിൽ വരുന്നതാണ് യൂപ്ലോയിഡ് ആൻഡ് അനൂപ്ലോയിഡ്. അപ്പോൾ യൂപ്ലോയിഡിൽ നമ്മൾ മോണോപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ്, പിന്നെ പോളിപ്ലോയിഡ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ ക്രോമസോമൽ അബറേഷൻ ആണ് അനൂപ്ലോയിഡ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.